അപ്പോൾ അവിടെയാണ് വേർഡ് ഓഫ് മൗത്തും എനിക്ക് തോന്നുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും രണ്ടും ഏകദേശം ഇൻവെസിബിൾ. വേർഡ് ഓഫ് മൗത്ത് നമുക്ക് കാണാൻ പറ്റില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിലിരിക്കുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഒത്തിരി ഓവർലേസ് ഉണ്ട്. എനിക്ക് കിട്ടുന്ന വാട്സപ്പ് ഞാൻ വേറൊരു ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൂപ്പിലുള്ളവർ ഇത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പല ഫാമിലി ഗ്രൂപ്പിലും പറയാറുണ്ട് ഇവിടെ പൊളിറ്റിക്സ് പാടില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഈ സൈലന്റ് ആയിട്ടുള്ള വേർഡ് ഓഫ് മൗത്ത് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയ ഏജിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഘടകം. അതായത് ട്രെൻഡുകൾ അളക്കണമെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് എന്താണെന്ന് ശരിക്കും ലിസൺ ചെയ്യാം. അതിനൊരു സയന്റിഫിക് ബേസ് ആരെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു അക്കാഡമിക് നിലയിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? തീർച്ചയായിട്ടും അതിനുണ്ട്. ഗർഭകാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സർവേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിനെ വളരെ സയന്റിഫിക് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, കാര്യം അതിൻ്റെ അകത്തൊരു കോമൺ ഡിനോമിനേറ്റർ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ സംസാരിക്കുന്ന രീതി, അവർ സംസാരിക്കുന്ന കാരണം അതിൻ്റെ അകത്തൊരു സ്പോണ്ടേനിറ്റി ഉണ്ട്. ഇപ്പൊ സർവേ പോലെ വളരെ വേറെ ഒരു മെക്കാനിക്കലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എലമെന്റ് ഇല്ല. ഇത് വളരെ നാച്ചുറൽ ആയിട്ട് എക്സ്പ്രഷൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുന്നതിൻ്റെ അകത്ത് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് എക്സ്ട്രാപുലേറ്റ് ചെയ്യുന്നതിനാണ് സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതെന്താണ് കാര്യം? ഉദാഹരണം അവർ പറഞ്ഞ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, മുഖ്യമന്ത്രി നല്ലതാണ്, മുഖ്യമന്ത്രി വളരെ കാര്യക്ഷമതയുള്ള ആളാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരെ കാര്യക്ഷമത ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വെറും പ്രതിച്ഛായ ധർമ്മമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലല്ല ഇവര് പറയാം, അതിന് വേറൊരു ഭാഷയിലേക്ക് പറയാം. എന്താണ് വെറുതെ വെറുതെ പൈസ ഇരിക്കില്ല പരസ്യത്തിന് വേണ്ടി എന്തൊക്കെ എന്നിട്ടൊന്നും ചെയ്യുന്നില്ല, എങ്ങനെയാണോ സാമാന്യ ഭാഷയിൽ പറയാം. അല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു മന്ത്രി, ഇതുപോലെ നല്ലൊരു ഭരണാധികാരി കേരളം കണ്ടില്ല. അങ്ങനെ ആ ഒരു സാമാന്യ ഭാഷ, ആ സാമാന്യ ഭാഷയ്ക്കകത്ത് വലിയൊരു സത്യമുണ്ട്. ആ സത്യം നമുക്ക് വളരെ സൂക്ഷിച്ച് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അത് കുറെ ആൾക്കാരെ നമുക്ക് എക്സ്ട്രാ നമുക്ക് എടുക്കാൻ പറ്റണം. അതിൻ്റെ അകത്ത് ഒരു പുതിയൊരു വീക്ഷണം അതിൻ്റെ അകത്ത് രൂപപ്പെടുന്നത് കാണാം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പോളിംഗ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് നമ്മുടെ അയൽവക്കക്കാരോടും മറ്റോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് ഏകദേശം ധാരണ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഇവരൊക്കെ പോകുന്നത്. അതിൽ തന്നെ പല ആൾക്കാരുണ്ടാവും ആ പരിസരത്ത്, നമ്മുടെ ഭാഗത്ത് താമസിക്കുന്ന, നമ്മുടെ പരിസരത്ത് താമസിക്കുന്ന, അപ്പുറത്തെ പരിസരം പരിചയമുള്ളവർ മുമ്പ് കൂടെ പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വളരെ മുമ്പ് നമ്മുടെ അച്ഛനന്മാരുടെ പ്രായമുള്ളവരായിരിക്കും. അവരോടൊക്കെ പല തമാശ പറഞ്ഞ കൂട്ടത്തിൽ വെറുതെ ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവരും തമാശ പറയും അതിന് മറുപടി ആയിട്ട്. അത് വളരെ സൈനികം തമാശയായിട്ട് പറയാം. ആ തമാശയ്ക്ക് അതൊരു സത്യമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളൊരു 10-20 പോളിംഗ് സ്റ്റേഷനിൽ ചോദിച്ചാൽ ആ പ്രദേശത്തെ ട്രെൻഡ് കാണാൻ പറ്റും. ആ പ്രദേശത്തെ ട്രെൻഡ് സ്വാഭാവികമായിട്ട് കേരളത്തിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ട്രെൻഡാണ്. കാര്യം ഒരു ഡോമിനന്റ് വികാരം കിട്ടാൻ പറ്റും. ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഡോമിനന്റ് ആയിട്ട് വികാരം ഉണ്ടാവില്ല. പലതും ഇങ്ങനെ അഭിപ്രായം പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്തൊരു പ്രധാന ആശയം എൻ്റെ അകത്തില്ല. പക്ഷെ ഇത്തവണ അത് ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു ഡോമിനന്റ് ട്രെൻഡ് വന്നാൽ ശബരിമലയല്ല, അത് ശബരിമല കൊള്ളയല്ല, അത് കേരളത്തിലെ വികസനവുമല്ല, ക്ഷേമമല്ല, മറിച്ച് ഈ ഗവൺമെന്റിനെ കുറിച്ച് വിലയിരുത്തേണ്ട അകത്ത് തീർച്ചയായിട്ടും ഗവൺമെന്റിനെ കുറിച്ച് വിലയിരുത്തലിന്റെ അകത്തുണ്ട്. പ്രതിപക്ഷത്തെ കുറിച്ച് വിലയിരുത്തലല്ല, ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ചൊരു വിലയിരുത്തല് ഈ ആൾക്കാരുടെ സംഭാഷണത്തിൽ, സാമാന്യ സംഭാഷണത്തിൽ വന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട. എനിക്കത് ഓർമ്മ വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഡിസ്കഷൻസ് ഗ്രൂപ്പില് മാത്രമല്ല ഈ ഗൂഗിളൊക്കെ ചെയ്യുന്നത് നമ്മളുടെ പല ഡിസ്കഷൻ ഗ്രൂപ്പിലെ കീ വേർഡ്സ്, റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടും എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അതായത് കീ വേർഡ്സ്, വേർഡ് ഓഫ് മൗത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലെ ഇൻട്രാക്ഷൻസ് ഒക്കെ കീ വേർഡ്സ് എന്താണ്, അതിൽ കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആന്റി ഇൻകംബൻസി തന്നെയാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സർവേകൾ ഒക്കെ പരാജയപ്പെടുന്നത്. അവർ നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ കീവേഡ്സ് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചേ വരത്തുള്ളൂ. അതായത് അതിന് പുതിയ മെത്തേഡ് ഞാൻ കേട്ടെടുത്തത് ഡിസ്കഷൻ ഗ്രൂപ്പ്സ്, പല സോഷ്യൽ സ്ട്രാറ്റയിലുള്ളവരെ ആയിട്ടുള്ള ഡിസ്കഷൻ ഗ്രൂപ്പ്സ്, അവിടെ എന്തൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്ന കീവേഡ്സ് എന്തൊക്കെയാണ്. അപ്പം നേരത്തെ അവർ കീവേഡ്സ് തീരുമാനിച്ചിട്ട് പോകുന്നതാണ് പറയുന്നത്, ഇതൊക്കെയാണ് കീവേഡ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ളൊരു പുതിയ സിസ്റ്റമാണ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഏതെങ്കിലും സർവേ അങ്ങനെ കീവേഡ്സ് നോക്കി എന്തെങ്കിലും ചെയ്തോന്ന് തോന്നുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ഇത്രയും വലിയൊരു ഡിസ്പാരിറ്റി ഉണ്ടാകത്തില്ല. പക്ഷെ അത് വളരെ ശരിയാണ് സാർ, അത് വളരെ ശരിയാണെന്ന് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചാൽ 2020 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അത് നമ്മൾ പല ആൾക്കാർ പഠിച്ച കാര്യമാണ്. ആ സമയത്ത് നമ്മൾ പല ആൾക്കാർ ശ്രദ്ധിച്ച കാര്യമാണ് 2020 തെരഞ്ഞെടുപ്പ് സമയത്ത്
മിക്കവാറും എല്ലാ ഡിസ്കഷൻ ഗ്രൂപ്പിലും എല്ലാ ചാറ്റ് ഗ്രൂപ്പ്സിലും എല്ലാം ഡോമിനേറ്റ് ചെയ്തത് കോവിഡ് മാനേജ്മെന്റ് ആണ്. കോവിഡിനെ കുറിച്ച് ചർച്ചയാണ്. അതിൽ മലയാളികൾ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു. ഡൽഹിയിലൊക്കെ വ്യാപകമായിട്ട് മരണം നടക്കുമായിരുന്നു. ഈ കോവിഡിന്റെ ഇത് പരിചരണം കിട്ടാതെ കേന്ദ്ര ഗവൺമെന്റ് വലിയതിൽ പരാജയപ്പെടുകയും കേന്ദ്ര ഗവൺമെന്റ് കോവിഡ് മാനേജ്മെന്റ് വലിയ ഒരു തരത്തിലുള്ള പ്രൈസ് നേടുമ്പോൾ കേരളത്തിൽ അങ്ങനെയായിരുന്നില്ല സ്ഥിതി. ഇതെല്ലാ ആൾക്കാരും പ്രവാസി മലയാളികളുടെ ഗ്രൂപ്പുകളും എല്ലാവരും ഈ കേരളത്തിന്റെ ഈ ഒരു മികവിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നു. കേരളത്തിൽ മാനേജ് ചെയ്തതിനെ കുറിച്ചിട്ട് ആ ക്രെഡിറ്റ് മുഴുവൻ അത് നോക്കിയാൽ ആ ക്രെഡിറ്റ് മുഴുവൻ ഗവൺമെന്റിനാണ് കിട്ടുന്നത്. ആ ക്രെഡിറ്റ് മുഴുവൻ ഗവൺമെന്റിനാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു അപ്പൊ അത് വളരെ ശരിയാണ്. കാര്യം ആ സമയത്ത് നടന്ന ഡിസ്കഷൻ രാഷ്ട്രീയ ചർച്ചയേ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തന്നെ വിമർശിക്കപ്പെട്ട കാര്യം ഓർക്കുന്നുണ്ട്. കാര്യം ഈ രമേശ് ചെന്നിത്തല സ്പ്രിംഗ്ലർ വിഷയം കൊണ്ടുപോകും. ഞാൻ നമ്മുടെ തികച്ചും വളരെ അരാഷ്ട്രീയമായിട്ടുള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ അകത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു. അതായത് അവിടെ അത്ര വലിയ ഈ രാഷ്ട്രീയ ചർച്ച ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല. അതൊക്കെ സാധാരണ ആൾക്കാരുടെ ഇടയിൽ ഇവിടെയൊക്കെ ഫ്രണ്ട്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവിടെ ഞാൻ ഈ സ്പ്രിംഗ്ലർ ഡാറ്റയെ കുറിച്ച് പറയുമ്പോൾ അതിനോട് അനുകൂലിച്ചില്ലെന്ന് മാത്രമല്ല, എല്ലാവരും പറഞ്ഞു നമ്മുടെ ഡാറ്റ കൊടുത്താലും ആരോഗ്യം സംരക്ഷിക്കണം പ്രധാനം. അപ്പൊ അങ്ങനെ എനിക്കായിട്ട് മനസ്സിലായിട്ടില്ല. കാര്യം അത് മനസ്സിലായില്ല കേരളത്തിലെ ആൾക്കാർക്ക് എന്താണ് ഈ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണത്തിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായി. മറിച്ച് അവരെല്ലാവരും അപ്പൊ ആശങ്കപ്പെട്ടിരുന്ന ആരോഗ്യം, സംരക്ഷണം, അതുപോലെ എങ്ങനെ അതിജീവിക്കും എന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഒരു റിസൾട്ട് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് അനുകൂലമായി വരുന്നൊരു കാര്യം നമുക്ക് നോക്കി കാണാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല ഈ പ്രാവശ്യം. അത് മാറി. ഇപ്പൊ നോർമൽസി വീണ്ടെടുത്തപ്പോൾ ആൾക്കാരുടെ ആരോഗ്യം മാറി. കാര്യം ഇപ്പൊ ആൾക്കാർ യുദ്ധം ചർച്ച ചെയ്യുന്നു. പക്ഷെ യുദ്ധം ഇലക്ഷനുമായി ബന്ധപ്പെട്ടല്ല ചർച്ച ചെയ്യുന്നത്. അതിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിന് ചർച്ച ചെയ്യില്ല. ആൾക്കാരെ യുദ്ധത്തെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. കാര്യം നമ്മൾ പ്രവാസികളെ കുറിച്ച് ആശങ്ക, അതുപോലെ ട്രംപിനെ കുറിച്ചുള്ള പരിഹാസം, അതുപോലെ തന്നെ ട്രംപ് തോറ്റു എന്നുള്ള സംഭവം, അതുപോലെ ഇറാന്റെ ഇവരെ പല ആൾക്കാരും തമാശയിൽ നോക്കിയാൽ ഇറാനെ അനുകൂലിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഇറാനിലെ അവിടുത്തെ ഭരണത്തെ അനുകൂലിക്കുന്നതല്ല. പക്ഷെ എങ്കിലും ഈ അമേരിക്കയോട് എതിർപ്പ് കാരണം ഇറാനെ പല രീതിയിൽ അനുകൂലിക്കുന്ന ഒരു പുതിയ സ്വഭാവം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പലതരത്തിൽ ഒപ്പിടുമ്പോൾ അത് പക്ഷെ ഇലക്ഷൻ ബാധിച്ചിട്ടില്ല. ഇലക്ഷനെ കുറിച്ച് ചർച്ചയിൽ ഏറ്റവും അവസാനം ഇലക്ഷൻ ദിവസം പോലും രാവിലെയും അന്ന് വൈകുന്നേരവും ഒക്കെ കാണുന്നത്, ഇന്നും കാണുന്നത്, ഞാൻ ഇപ്പോഴും കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച മുഴുവൻ ഭരണത്തെ കേന്ദ്രീകരിച്ചാണ്. അത് എങ്ങനെ വരിക? അത് ഒരു പക്ഷേ നമുക്ക് എന്താ പറയുക വിധി വന്നാൽ അറിയാൻ പറ്റും. ഭരണത്തെ അനുകൂലമാണോ ഭരണത്തെ ആൾക്കാർ, അതോ അത് ആന്റി ഇൻകംബൻസിക്കുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ പ്രവചനത്തിൽ കിടക്കണ്ട. കാര്യം നമ്മൾ അന്ന് അത്ര നമ്മുടെ സർവേ ഞാൻ ആ കാര്യത്തിൽ വളരെ കൃത്യതയോടെ ഞാൻ പറയാം. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാനൊരു ജ്യോതിഷിയല്ല, പ്രവാചകനല്ല. അതുകൊണ്ട് ജനങ്ങളാണ് അൾട്ടിമേറ്റ്. അവർ പറഞ്ഞ എന്താണെന്ന് നമ്പർ വരട്ടെ, അതിപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തിനാ നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ശരി, നല്ല ട്രെൻഡ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയായിട്ട് തിരിച്ച് ആൾക്കാരെ ട്രെൻഡ് ഇല്ലെങ്കിൽ അതും നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ. ട്രെൻഡിന്റെ കൂടെ ഒരു കാര്യം കൂടെ കാണാതിരിക്കരുത്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന്റി ഇൻകംബൻസി പറയുമ്പോൾ ട്രെൻഡിന്റെ കൂടെ പൊതുവിൽ നമ്മൾ കണ്ടൊരു കാര്യം, പഴയ പോലെ ഇപ്പൊ ഒരു ആന്റി ഇൻകംബൻസി ട്രെൻഡിങ് അത് കോൺഗ്രസ് UDF-നെ സംബന്ധിച്ചിടത്തോളം അത് നേടാനുള്ള സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ട് എന്ന് ഉള്ളപ്പോൾ തന്നെ അത് ഷെയർ ചെയ്യാൻ വേറെ ആളവിടെ ഉണ്ട്. കാര്യം 10-20 മണ്ഡലത്തിൽ BJP ഒരു കോമ്പീറ്റിംഗ് ഫോഴ്സാണ്. അപ്പോ ഞാൻ തൃശ്ശൂർ മണ്ഡലത്തിൽ അതൊരു കോമ്പീറ്റിംഗ് ഫോഴ്സാണ്. അപ്പൊ ആന്റി ഇൻകംബൻസി അവർക്കും കൂടി ഷെയർ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ UDF-നെ സംബന്ധിച്ചാൽ അവരുടെ വിജയത്തിന് അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോ BJP ചില സ്ഥലത്ത് അങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. അവരുടെ ആന്റി ഇൻകംബൻസി ഇപ്പൊ ഷെയർ ചെയ്യപ്പെട്ടു പോവാം. പിന്നെ അതുപോലെ തന്നെ UDF-നെ കുറിച്ചുള്ള തെറ്റല്ല, വളരെ ശരി തന്നെയായിരിക്കും. കാര്യം ഇലക്ഷൻ ഇവർ ജയിച്ചാൽ ഇവർ തമ്മിൽ കടിപിടി ഉണ്ടാവും, ഇവർ തമ്മിൽ അതൊക്കെ ഈ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ചർച്ച. അപ്പോ ആൾക്കാർ ഒരു റേഷനായിട്ട് ആലോചിക്കുമല്ലോ, എന്താണ് വേണ്ടത്, എന്തായിരിക്കും ഓൾട്ടർനേറ്റീവ് എന്ന് ആലോചിക്കും. അപ്പൊ UDF സംബന്ധിച്ചിടത്തോളം എല്ലാം എന്താ പറയാ വളരെ സന്തോഷകരമായ സിറ്റുവേഷൻ. ഒരു റോസി പിക്ചർ അല്ല അത് എല്ലാവർക്കും നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഇതാണ് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഇത് മീഡിയ നറേറ്റീവിനപ്പുറമുള്ള ഒരു വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ഇൻവിസിബിൾ ഗ്രൂപ്പ്. ഇപ്പോൾ വാട്സപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻവിസിബിൾ ഗ്രൂപ്പ്സ്, അല്ലാതെയുള്ള വേർഡ് ഓഫ് മൗത്ത് നമ്മളോട് പറയുന്നത് വേറൊരു സ്റ്റോറിയാണ്. പക്ഷേ ഇവിടെയൊക്കെ എല്ലാവരും പറയും ഇതൊക്കെ പ്രവചനാതീതമാണെന്ന്. പക്ഷേ മോഡേൺ സയൻസ് പറയുന്നു ഈ കീവേഡ്സ്, ഗൂഗിൾ ചെയ്യുന്ന പോലെ കീവേഡ്സ് വെച്ച് നമുക്ക് പല ട്രെൻഡുകളും എനിക്കൊന്നൊരു മാർജിൻ ഓഫ് 60%, 70% ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ അത് കാണിക്കുന്നത് ഇതാണ്, വേർഡ് ഓഫ് മൗത്ത് എന്ന മനുഷ്യൻ്റെ സോഷ്യൽ ഒരു ടൂള് ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ് കേരളത്തിലും എല്ലാ സൊസൈറ്റിയിലും.
അത് പല വിപ്ലവങ്ങൾക്കും പല ചേഞ്ചുകൾക്കും പല ഇലക്ഷനും ഒക്കെ കാരണമാകുന്നു. അതാണ് കേരളത്തിൽ ഇപ്പോഴും കാണുന്നത്. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നത്.